നാട്ടിലെ ക്ഷേത്രത്തിനായി തേക്ക് ആവശ്യപ്പെട്ടതിൽ ജയരാജനെ പ്രതിക്കൂട്ടിലാക്കേണ്ടതുണ്ടോ? ശ്രീ ജയശങ്കർ, ഇക്കാര്യത്തിൽ ജയരാജന്റെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യമോ അല്ലെങ്കിൽ സ്വജനപക്ഷപാതമോ ഉണ്ടെന്ന് സംശയിക്കേണ്ടതുണ്ടോ? നാട്ടിലെ ക്ഷേത്ര കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയുകയാണ്, ക്ഷേത്ര നവീകരണത്തിന് വേണ്ടി കുറേയേറെ മരം ആവശ്യമുണ്ട്, ക്ഷേത്രത്തിന്റെ സാമ്പത്തിക നില അത്ര നന്നല്ല എന്ന്. ഈ കത്ത് അദ്ദേഹം സ്വന്തം ലെറ്റർ പാഡിൽ ഫോർവേഡിംഗ് ലെറ്റർ വെച്ചുകൊണ്ട് വനം മന്ത്രിക്ക് കൈമാറി. ഇതാണ് നൽകുന്ന വിശദീകരണം. ഇതിലെന്തെങ്കിലും അപാകതയോ സ്വജനപക്ഷപാതമോ സംശയിക്കേണ്ടതുണ്ടോ? അല്ല, സ്വജനപക്ഷപാതം എന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ ഒരു MLA ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മന്ത്രിയായി കഴിഞ്ഞാൽ പരിസരത്തുള്ള ആളുകളൊക്കെ പലതരത്തിലുള്ള ശുപാർശയ്ക്ക് വരും. വരുന്നവർക്കൊക്കെ മന്ത്രിമാർ കത്ത് കൊടുക്കുകയും ചെയ്യും. മന്ത്രിമാർ MLA കത്ത് കൊടുക്കും. ഓരോ MLA കൊടുത്ത കത്തുകൾ അതിൻ്റെ ഒരു കോപ്പി അവർ സമാഹരിച്ച് വെക്കുകയാണെങ്കിൽ 5 കൊല്ലം കഴിയുമ്പോൾ അത് വലിയൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാം. അത് കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ അവരൊന്ന് വായിച്ചു നോക്കിയാൽ എന്തൊക്കെ അസംബന്ധങ്ങൾക്കാണ് ഇവർ ശുപാർശ ചെയ്തതെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ ജയരാജൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും നമുക്കറിയാം, അദ്ദേഹം ഇങ്ങനെ മുൻപിൻ നോക്കാതെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും നാട്ടിലെ കുടുംബക്ഷേത്രമാണെങ്കിലും അല്ലെങ്കിലും ഭാരവാഹികൾ വന്ന് അദ്ദേഹത്തോട് പറയാണ്, ഇങ്ങനെ തടിയുടെ ആവശ്യമുണ്ട്, മരത്തിൻ്റെ ആവശ്യമുണ്ട്, അത് കാട്ടിലെ തടി ധാരാളം ഉണ്ടല്ലോ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു അപേക്ഷ കൊടുത്താൽ അത് സൗജന്യമായി ലഭിക്കും. സത്യത്തിൽ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്, അങ്ങനെയൊന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു തടിയും കിട്ടുകയില്ല. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് കുറച്ച് പൈസ അവർ സഹായധനമായിട്ട് അനുവദിക്കും. അത് തന്നെ ഈ മൊത്തം തടിയുടെ ഒരു ചെറിയ ഭാഗമാണ്. വല്ല ധ്വജപ്രതിഷ്ഠയ്ക്കൊക്കെയാണ് തേക്ക് ആളുകൾ ആവശ്യപ്പെടുക. ഇവിടെയും അതുപോലെ വല്ലതും ആയിരിക്കും. ഇത്രയധികം ക്യൂബിക് മീറ്റർ തേക്കൊന്നും ഒരു ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ട് വരികയില്ല ഇന്നത്തെ കാലത്ത്. ഏതായാലും ജയരാജൻ പുലിവാലികളുടെ പുറകെ പിന്നെയും പുലിവാലി പിടിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അദ്ദേഹം എന്തെങ്കിലും ദുരുദ്ദേശപ്രേരിതമായിട്ട് ചെയ്താണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അബദ്ധം കൊണ്ട്, വിവരദോഷം കൊണ്ട് ചെയ്ത അബദ്ധമാകാനേ സാധ്യതയുള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ എത്രയോ വലിയ വിവരദോഷമാണ് ഈ വന്നിരിക്കുന്നത്. 1200 ക്യൂബിക് ഫീറ്റ് തേക്കിൻ മരം വേണമെന്നാണ് ക്ഷേത്രസമിതിയുടെ ലെറ്റർ പാഡിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഡി ഗ്രേഡ് നിലവാരത്തിലുള്ള ക്ഷേത്രമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള. അതിനാൽ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല. ക്ഷേത്ര നവീകരണത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. ഈ കത്താണ് അദ്ദേഹം നേരെ വനമന്ത്രിക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഡ്വക്കേറ്റ് ജയശങ്കർ, വനമന്ത്രിക്ക് ആദ്യം തന്നെ ഇത് ബോധ്യമാകുന്നതാണല്ലോ, ഇങ്ങനെ സൗജന്യമായി നൽകാൻ കഴിയുന്നില്ല എന്ന്. പിന്നെ എന്തിനാണ് വനമന്ത്രി ഇത് DFOയുടെ പരിഗണനയ്ക്ക് വിടുക? അവിടെ ജയരാജനേക്കാൾ മണ്ടത്തരം വനമന്ത്രി ചെയ്തിരിക്കുകയാണോ, അതോ ജയരാജന് വേണ്ടി ഈ കാര്യം ചെയ്തു കൊടുക്കണമെന്ന തീരുമാനത്തിലേക്ക് വനമന്ത്രി വരികയായിരുന്നോ ആദ്യം? അല്ല, ഇവിടെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ജയരാജൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കത്ത് കിട്ടുന്ന വഴി തന്നെ മറക്കത്തവല്ല അദ്ദേഹത്തിന് മറുപടി അയക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രീ ജയരാജൻ, താങ്കളുടെ ആവശ്യം പരിഗണിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇങ്ങനെ സൗജന്യമായിട്ട് വരം കൊടുക്കുന്ന പരിപാടി വനംവകുപ്പിലില്ല എന്ന് പറഞ്ഞ ഒരു മറുപടി സാധാരണഗതിയിൽ ഒരു മന്ത്രി കൊടുക്കുകയില്ല. ഇപ്പോൾ MLA കൊടുക്കുന്നതാണെങ്കിലും എത്ര അൺറീസണബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അവർ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ട് അവർ പരിശോധിക്കുന്നു, കിട്ടുന്ന മുറയ്ക്ക് ശരിയാക്കി തരാം എന്ന രീതിയിലുള്ള മറുപടിയെ കൊടുക്കൂ. പിന്നെ പ്രത്യേകിച്ച് CPMൻ്റെ ഒരു സമുന്നത നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജൻ, വ്യവസായ മന്ത്രി, അദ്ദേഹത്തിൻ്റെ സ്വന്തം ലെറ്ററിൽ ഒരു കവറിംഗ് ലെറ്റർ സഹിതം അയക്കുകയാണ്. ഞാനാണ് മന്ത്രിയെങ്കിലും അത് കീഴുദ്യോഗസ്ഥന്മാർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മളായിട്ട് എന്തിനാണ് ജയരാജനെ വെറുപ്പിക്കുന്നത് എന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് ചെയ്യാവുന്ന അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ രാജു അല്ല, ഈ കൊടി കെട്ടിയ ബിനോയ് വിശ്വ ആണെങ്കിലും ഏറെക്കുറെ അങ്ങനെ ചെയ്യാനേ ഞാൻ നോക്കിയിട്ട് സാധ്യതയുള്ളൂ. മരം വെറുതെ കൊടുക്കുകയില്ല, പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പറയിപ്പിക്കും, ഇത് തരാൻ നിവൃത്തിയില്ല, പല സാങ്കേതിക തടസ്സങ്ങളുമുണ്ട്, അസംബ്ലിയിൽ ചോദ്യം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിജിലൻസ് കേസ് ഉണ്ടാകാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞ് മറുപടി അയക്കും. അപ്പോൾ ആ കൊടുക്കുന്ന മന്ത്രിയുടെ വിഷമവും മാറും. കാരണം ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവും. ശ്രീ സതീശൻ പാച്ചേനി, വളരെ നിർദോഷമായ ഒരു കാര്യം എന്ന രീതിയിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഈ സംഭവത്തെ കാണുന്നത്. അങ്ങനെ തന്നെയാണോ താങ്കളും കാണുന്നത്? ജയരാജൻ ഈ കത്ത് കിട്ടിയത് അത്ര വായിച്ചു നോക്കുകയോ അതിൻ്റെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം നടക്കാവുന്നതാണോ എന്ന് മനസ്സിലാക്കുകയും ചെയ്യാതെ നേരെ വനം മന്ത്രിക്ക് അയച്ചു കൊടുത്തു. സ്വന്തം നാട്ടിൽ നിന്ന് ഒരു നിവേദനം വന്നപ്പോൾ ഇങ്ങനെയാണോ താങ്കളും കണക്കാക്കുന്നത്? അല്ല, EP ജയരാജനെ പോലെ ഉന്നതനായിട്ടുള്ളൊരു നേതാവിന്, ഇതിനു മുൻപും MLA ഒക്കെ ആയിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിട്ടുള്ളൊരു നേതാവിന് ഇത്തരം ഒരു ആവശ്യം ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികളോ അദ്ദേഹത്തിന് അടുപ്പമുള്ളവരോ കുടുംബക്കാരോ ആരും ആവട്ടെ, അതൊരു തർക്ക വിഷയമല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അവരാവശ്യപ്പെട്ടു. ഞങ്ങളുമൊക്കെ ഇത്തരം പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്. നവീകരണ പ്രവർത്തനത്തിലൊക്കെ ഞാൻ എൻ്റെ നാട്ടിലെ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായിട്ടുണ്ട്.
ഇതുപോലെ തേക്ക് ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തേക്കുള്ള വീട്ടുകാരോട് ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനത്തിൽ സഹായം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്വാധീനം അനുസരിച്ച് നമ്മൾ തേക്ക് വാങ്ങി നവീകരണ പ്രവർത്തനം നടത്തും. പക്ഷേ ഇവിടെ ഇത്രയധികം തേക്കുകൾ വേണമെന്ന് മന്ത്രിയായിരിക്കുന്ന ജയരാജൻ കത്തിൽ ആവശ്യപ്പെടുന്നു വനം മന്ത്രിയോട്. ഗുരുതരമായിട്ടുള്ള തെറ്റല്ലേ ഇ.പി. ജയരാജൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്? അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അവർക്ക് അറിഞ്ഞുകൂടാ ഇതിങ്ങനെ മന്ത്രി ശുപാർശ ചെയ്താൽ ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ശരിയാണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ നാട്ടിലെ ഒരു ക്ഷേത്രം നവീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഇ.പി. ജെ പോലുള്ള ഒരു വലിയ നേതാവിനോട് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ച്. പക്ഷേ ഇ.പി. ജയരാജന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അതൊരു ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ്, വിവരക്കേടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഇ.പി. ജയരാജന് വലിയ തെറ്റവിടെ സംഭവിച്ചു എന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയ തെറ്റ് വനം വകുപ്പ് മന്ത്രിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും ഇത്തരമൊരു കത്ത് വനം വകുപ്പ് മന്ത്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാറില്ല സാധാരണഗതിയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കുറവും ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയും ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ചോദിച്ചറിയണമായിരുന്നു. ഒരു മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനോട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്ത് അറിഞ്ഞുകൂടായെങ്കിൽ അദ്ദേഹം അത് ചോദിച്ചിട്ടായിരുന്നു അദ്ദേഹം ഫോർവേഡ് ചെയ്യേണ്ടത്. പക്ഷേ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു പരിധിവരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് ഒരുപക്ഷെ അവരാലോചിച്ച് ഇങ്ങനൊരു വ്യവസ്ഥയില്ല, ആകെ ഫോറസ്റ്റിൽ നിന്നും ഇത്തരത്തിൽ മരം കിട്ടുന്നത്, വനം കിട്ടുന്നത്, തേക്കായാലും മറ്റ് കാട്ട് മരങ്ങളായാലും കിട്ടുന്നത് അവർ ലേലത്തിന് വെക്കും. ആ ലേലം ഒഫീഷ്യലായിട്ട് നടക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ണവം ഫോറസ്റ്റ് ഓഫീസിലേക്കാണ്, റേഞ്ച് ഓഫീസിലേക്കാണ് അയച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് 2-3 മാസം കൂടി ലേലം നടക്കാറുണ്ട്. ഇപ്പോൾ വലിയ വീടുകളൊക്കെ നിർമ്മിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റ് വ്യവസായ ആവശ്യത്തിനുള്ളവരോ ഒക്കെ ഈ ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് താങ്കളേക്കാൾ നന്നായിട്ട് ശ്രീ ടി കെ ഫ്രാൻസിസിന് പറയാൻ കഴിയും. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുൻപ് ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ, കുടുംബക്ഷേത്രമല്ല ഇരിണാവിലുള്ള ശ്രീ ചുഴലി ക്ഷേത്രം, ഇക്കാര്യം ഇ.പി. ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രം തന്നെയാണ്, മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ തന്നെയാണ് ഈ ക്ഷേത്രം എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ ക്ഷേത്ര സമിതികളാണ് ഭരണം നടത്തുന്നത് എന്ന കാര്യം ഉറപ്പാണല്ലോ. താങ്കളും അന്വേഷിച്ച് കാണുമല്ലോ എന്താണ് സംഭവിച്ചത് ഈ കാര്യത്തിലെന്ന്. ഇ.പി. ജയരാജൻ്റെ ഏതെങ്കിലും ബന്ധുക്കൾ ഇവിടുത്തെ ക്ഷേത്ര സമിതിയിൽ അംഗങ്ങളാണോ? അതുകൊണ്ട് അങ്ങനെ ഒരു ആൾ കൂടി ഉൾപ്പെട്ട സമിതിയുടെ നിർദ്ദേശപ്രകാരമാണോ, ആവശ്യപ്രകാരമാണോ ഇങ്ങനെ ഒരു കത്ത് ഇ.പി. ജയരാജൻ നൽകിയത്? അല്ല, അങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല. കാരണം മലബാർ ദേവസ്വം ബോർഡ് വന്നിട്ട് കാലത്രയായി. മലബാറിലെ ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് കാലത്തായി. അത് ഈ അടുത്ത കാലത്ത് വന്ന ദേവസ്വം ബോർഡല്ലേ. ഈ അടുത്ത കാലത്തെ പ്രധാനപ്പെട്ട വെള്ളാണ്ടുണ്ടാവുന്ന ക്ഷേത്രക്കാരഘട്ടമായിട്ടല്ല ഏറ്റെടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് ആരാണ് അവിടെ നടത്തിയിരുന്നത്? ഭരണസമിതി ആരായിരുന്നു? എന്താ പരിശോധിച്ചാൽ മനസ്സിലാവില്ലേ? ഒന്ന്. രണ്ടാമത് ഇതിന്റെ അടുത്ത ഭരണം കിട്ടുമ്പോഴേക്ക് ഇ.പി. ജയരാജനും മന്ത്രിമാർക്കൊന്നും യാതൊരു ലൈസൻസും ഇല്ലാതെയാണ്. അവർക്ക് നിയമത്തെ പറ്റി ഞങ്ങൾക്ക് എല്ലാം കിട്ടി എന്നുള്ള ഒരു നിലയിലാണ്. ഇത്രയധികം തേക്ക് ആവശ്യപ്പെട്ട ഒരു ക്ഷേത്രം കത്തായാലും മലയാളമായിട്ടറിയില്ല ഇ.പി. ജയരാജന്. മലയാളമായി ആർക്കും മനസ്സിലാവില്ല ഇതൊരു റെക്കമെൻഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു കേസാണ്. അയാൾ വനം വകുപ്പ് മന്ത്രിക്ക് കത്തയക്കുന്നു. വനം വകുപ്പ് മന്ത്രി ഫോറസ്റ്റ് ഓഫീസർക്ക് കൊടുക്കും, അല്ല DFO കൊടുക്കും. DFO ഫോറസ്റ്റ് പോയി തപ്പാൻ അവിടുത്തെ പ്രാഥമിക മറ്റേ ഓഫീസർക്ക് കൊടുക്കുന്നു. അവിടെ പോയി പരിശോധിക്കുന്നു, എന്നിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്താ ഇത് വെള്ളരിക്കപ്പെട്ടതാണോ? ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോഴേക്കും ഈ ലോകം നമ്മുടെ താൽക്കീനായി എന്ന് വിചാരിക്കുന്ന മന്ത്രിമാർ അങ്ങനെ തന്നെയാണ് നിയമനങ്ങൾ നടത്തിയത്. അപ്പോ ഈ ഗവൺമെന്റിൽ മന്ത്രിമാരുടെ അഹങ്കാരം, അവരുടെ ധാർഷ്ട്യം, ഞങ്ങൾ നിയമത്തിന് അതീതമാണെന്നുള്ള ധാരണ, അതാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം. അല്ലാതെ ബന്ധുവായാലും അല്ലെങ്കിലും ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഒരു കത്ത് നേരെ കത്ത് ചെയ്യണം. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലെല്ലാം ചെയ്യേണ്ടത്. അപ്പൊ അധികാര ദുർവിനിയോഗത്തിന് ലൈസൻസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തുമാകാം. ഈ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയുടെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് ഞാൻ കാണുന്നത്. ശ്രീ കെ സുരേന്ദ്രൻ, ഇവിടെ അഡ്വക്കേറ്റ് ജയശങ്കർ സൂചിപ്പിക്കുകയുണ്ടായി, ഇക്കാര്യത്തിൽ ഒരു നിർദോഷമായ സമീപനം എടുത്താൽ മതി. ഇങ്ങനെ പല കത്തുകൾ കിട്ടുന്നതാണ്, ശുപാർശ കത്തുകൾ. അത് മന്ത്രിമാർക്ക് മുകളിലേക്കോ അല്ലെങ്കിൽ സഹമന്ത്രിമാർക്കോ ഒക്കെ അയക്കേണ്ട ബാധ്യത വരികയും ചെയ്യും. കാരണം അങ്ങനെ സ്വന്തം മണ്ഡലത്തെ നോക്കേണ്ടതുണ്ട്. സ്വന്തം മണ്ഡലമല്ല ഇതെന്ന കാര്യം ഓർക്കണം. ഇ.പി. ജയരാജൻ്റെ മണ്ഡലമല്ല ഇത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ നാടാണത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം ഏറ്റെടുത്തത്. ഇങ്ങനെ ക്ഷേത്ര
സമിതിയുടെ ശുപാർശ വന്നപ്പോൾ അത് വനം മന്ത്രിക്ക് കൈമാറിയത്. അതുകൊണ്ടൊരു നിർദോഷമായി തന്നെ ഇക്കാര്യം എടുത്താൽ മതിയെന്ന്, അങ്ങനെ എടുക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? മാത്രമല്ല തേക്കിൻ്റെ അളവൊക്കെ വളരെ കൂടുതലാണ്. 1050 സ്ക്വയർ ഫീറ്റ് തേക്ക് വേണം എന്നൊക്കെയാണ് ഇതിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതും സൗജന്യമായി. ഇക്കാര്യം മന്ത്രി കെ രാജു സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി സൗജന്യമായി വേണം എന്നാണ് സ്വന്തം ലെറ്റർ പാഡിൽ ഇ.പി. ജയരാജൻ തനിക്ക് കത്ത് നൽകിയിരിക്കുന്നതെന്ന്. മഞ്ജുഷ്, ഞങ്ങളൊക്കെ ഇതുപോലെ ക്ഷേത്രങ്ങൾ കേരളത്തിൽ ക്ഷേത്രങ്ങളുണ്ട്, അതെല്ലാം പല ക്ഷേത്രങ്ങളും. ഞങ്ങളുടെ ഒരു ലക്ഷം മാറ്റത്തിന് വേണ്ടിയിട്ട് നാട് മുഴുവൻ അരഞ്ഞു നടക്കുകയാണ്. അവിടെയൊക്കെ പോയിട്ട് നാട്ടുകാരുടെ കാല് പിടിച്ചിട്ടാണ് ഒരു ലക്ഷം മരം അമ്പലത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതൊരു നിർദോഷമായിട്ട് പറയാൻ കഴിയില്ല. ഒരു മന്ത്രി നേരിട്ട് ഒരു ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ ചെയ്യേണ്ട ഒരു മന്ത്രി നേരിട്ട് ഒരു ക്ഷേത്രത്തിൽ ഇത്ര വായിച്ചു നോക്കിയിട്ട് അടുത്ത അങ്ങനെ നിർദോഷമായിട്ട് കാണാൻ കഴിയും. കാട്ടിലെ മരം ആർക്കും ബുദ്ധിമുട്ടുള്ളതല്ല. ഞാൻ ഇടപെടുകയാണ് ശ്രീ കെ സുരേന്ദ്രൻ. ടി കെ ഫ്രാൻസിസ്, ഈ ആരാധനാലയങ്ങൾക്കും മറ്റും ഇങ്ങനെ സൗജന്യമായി തടി നൽകുന്ന ഒരു സമ്പ്രദായം ഉണ്ടോ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും? മാത്രമല്ല വനം മന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കേണ്ടതുണ്ടോ തടി ലഭിക്കുന്നതിന് വേണ്ടി? ഇപ്പോഴൊക്കെ ഈ ടെൻഡർ നടപടികളല്ലേ നടക്കുന്നത് വനം വകുപ്പിൽ നിന്നും തടികളും മറ്റും കിട്ടുന്നതിന് വേണ്ടി. ഇവിടെ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുവാൻ പോലും, ഇങ്ങനെ ഒരു ശുപാർശ കത്ത് കിട്ടിയതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുവാൻ പോലുമുള്ള സാഹചര്യം ഒരു മന്ത്രിക്കുണ്ടോ? സാധാരണയായി വനംവകുപ്പിൽ നിന്ന് സൗജന്യമായി എങ്ങനെ ഒരു ദേവാലയത്തിന്, ഒരു പ്രസ്ഥാനത്തിന് പോലും സൗജന്യമായി തടി കൊടുക്കുന്ന കീഴ്വഴക്കം കേരള വനംവകുപ്പിൽ ഉണ്ടായിട്ടില്ല. ദേവസ്വങ്ങൾക്ക് ചന്ദനം മറ്റു കാര്യങ്ങൾക്ക് അവർ ലേലത്തിൽ പങ്കെടുത്താണ് ചന്ദനം തുടങ്ങിയ സാധനങ്ങൾ ലേലത്തിൽ പിടിക്കുന്നത്, അവർ കൈവശം വയ്ക്കുന്നത്. പിന്നെ സാധാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് റീറ്റെയിൽ തടി വിൽപ്പന ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അത് 3 ക്യൂബിക് മീറ്റർ വരെ കിട്ടുകയുള്ളൂ. അത് വളരെ വലിയ വില അവർ കൊടുക്കേണ്ടിയിരിക്കുന്നു. ആവറേജ് 3 ലേലത്തിൽ കിട്ടിയ തുകയുടെ 10% കൂടി എക്സസൈസ് കൊടുത്ത് അത് ഫുൾ എമൗണ്ട് ഒരുമിച്ച് അടച്ച ശേഷം മാത്രമാണ് പോകുന്നത്. പിന്നെ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന തടി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ വലിപ്പം അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഒരു വീടുണ്ടാക്കുന്നതിന് നമുക്കൊരു 3.5 ക്യൂബിക് മീറ്റർ തടി ഉണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള തടിയും ഒരു ചെറിയ അത്യാവശ്യം വേണ്ടുന്ന ഫർണിച്ചറും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഈ 1500 ക്യൂബിക് മീറ്റർ എന്നൊക്കെ പറയുന്നത് വളരെ വലുപ്പമാണ്. അതിനകത്ത് അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടെന്ന് അപേക്ഷ വെച്ച ആൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1500 ക്യൂബിക് മീറ്റർ തടി എന്ന് പറയുന്നത് ഒരു ക്യൂബിക് മീറ്ററിന് 35.3167 ക്യൂബിക് അടിയാണ്. അപ്പോൾ എത്ര വലിയ തടിയാണ്! 3200 ക്യൂബിക് ഫീറ്റ് ആണ്, ക്യൂബിക് മീറ്റർ അല്ല. 1200 രണ്ട് കത്തുകളാണ് ശ്രീ ടി കെ ഫ്രാൻസിസ്, 2 കത്തുകളാണ് ഇന്ന് മന്ത്രി ഇ.പി. ജയരാജൻ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് പുറത്തുവിട്ടത്. ഈ 2 കത്തുകളും ക്ഷേത്ര സമിതി അദ്ദേഹത്തിന് നൽകിയ നിവേദനത്തിൽ പെടുന്നതാണ്. അതിൽ 2ലും 2 അളവുകളാണ്. ആദ്യത്തിൽ 1050 ക്യൂബിക് മീറ്റർ മരം ആവശ്യമാണ്, മരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം ക്ഷേത്ര സമിതി കൊടുത്ത കത്തിൽ. രണ്ടാമത്തെ കത്തിൽ പറയുന്നത് 1200 ക്യൂബിക് ഫീറ്റ് വേണം എന്നാണ്. പിന്നെ ആദ്യത്തേലാണ് കൂടുതൽ അളവെങ്കിലും അത് മരം എന്നേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തേതിൽ തേക്ക് എന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. 1200 എന്നാണ് കൃത്യമായ കണക്ക്. ഇത്രയും അളവിലുള്ള തേക്ക് വേണമെങ്കിൽ എത്ര പണം നൽകേണ്ടി വരും ഈ മരം ആവശ്യപ്പെടുന്നവർ വനം വകുപ്പിന്? തേക്ക് തടി സാധാരണ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് എക്സ്പോർട്ട് ക്വാളിറ്റി, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് ഇങ്ങനെയാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് 185 സെൻറ്റിമീറ്ററോ അതിൽ മേലെയോ നടുവണ്ണമുള്ള തടിയാണ് എക്സ്പോർട്ട് ക്വാളിറ്റി. അതിന് ഒരു ക്യൂബിക് മീറ്റർ തേക്കിന് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള വിലയനുസരിച്ച് നമുക്ക് ഒരു 3 ലക്ഷം രൂപയോളം ടാക്സോടുകൂടി മുടക്കേണ്ടതായിട്ട് വരും. ഇനി സാധാരണ കൺസ്ട്രക്ഷന് ബി ക്ലാസ് മതി, അതായത് സെക്കൻഡ് ബി മതി. സെക്കൻഡ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സെൻറ്റിമീറ്റർ മുതൽ 149 സെൻറ്റിമീറ്റർ വരെ നടുവണ്ണമുള്ള തടിയാണ്. അതാണ് സാധാരണ കെട്ടിട നിർമ്മാണങ്ങൾക്ക് ഏറ്റവും വേസ്റ്റേജ് കുറഞ്ഞതും എന്നാൽ മോശമല്ലാത്ത തടിയായിട്ട് ഉപയോഗിക്കുന്നത്. അതിന് ഇപ്പോൾ ആവറേജ് ഒരു ക്യൂബിക് മീറ്റർ സെക്കൻഡ് ബി ക്ലാസ്സിന്
1 ലക്ഷം രൂപയോളം ടാക്സ് കൂടാതെ വരുന്നുണ്ട്. ടാക്സ് മൊത്തം 26% ടാക്സ് വരും. അപ്പോൾ 1,26,000 രൂപ ഒരു ക്യൂബിക് മീറ്ററിൻ്റെ വില വരും. ഇങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റിയാണ്. ഇതാണ് അതിൻ്റെ വില സംബന്ധിച്ച കാര്യങ്ങൾ. ഇനി എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ളതിന് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കെച്ചോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ശ്രീ വി കെ ഫ്രാൻസിസ്, ഇങ്ങനെയുള്ള ശുപാർശകളുടെ താങ്കൾ ദീർഘകാലം വനംവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നതാണല്ലോ. ഇങ്ങനെയുള്ള ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തടി കൊടുക്കേണ്ട ബാധ്യത ഉണ്ടാകാറുണ്ടോ വനം വകുപ്പിന്? താങ്കൾക്ക് തുറന്നു പറയാമല്ലോ, താങ്കൾ ഇപ്പോൾ റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ഞാൻ സർവീസിലിരുന്ന കാലത്ത് അമ്പലങ്ങൾക്ക് കൊടിമരത്തിന് ആവശ്യപ്പെട്ട് വരാറുണ്ട്. ആ കൊടിമരത്തിന് അപേക്ഷ വന്നു കഴിഞ്ഞാൽ ആ അപേക്ഷ നേരെ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ, അതിൻ്റെ ചാർജുള്ള ആൾക്കാർ കൊടുക്കുന്നത്. അവരവിടെ നിന്ന് അടച്ചുമുറി അല്ലെങ്കിൽ ഇടമുറി ഇങ്ങനെയുള്ള തടി വെട്ടാൻ വേണ്ടി, എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മാർക്ക്